ഇത്തവണ NDA എന്നോട് പറഞ്ഞത് കേരളത്തിലെ ഏത് സീറ്റ് വേണമെങ്കിലും താങ്കൾക്ക് തിരഞ്ഞെടുക്കാം, താങ്കൾ മത്സരിക്കണം. PM-ന്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു, ഹോം മിനിസ്റ്റർ ഓഫീസ് നിർദ്ദേശമുണ്ടായിരുന്നു. ഞാൻ എന്തിനു ഭയക്കുന്നു? എനിക്ക് ജനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളെ ഭയക്കാത്ത ഒരാളുണ്ടെങ്കിൽ, കാരണം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് എനിക്ക് ഒരു നേട്ടവുമില്ല, എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യവസായത്തിലെ പണം താങ്കൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കിഡ്സിന്റെ കുട്ടികൾക്കുള്ള ഗാർമെന്റ്സിൽ താങ്കൾ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ വേൾഡിൽ ഒന്നാമതായി എത്ര % എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്? വാൾമാർട്ടിലേക്ക് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണോ? ഇപ്പോൾ ഇതാണ് നമ്മളുടെ, അതായത് കിഴക്കമ്പലം ഫാക്ടറിയിൽ നിന്ന് മാത്രം അതൊരു 10 ലക്ഷം കുട്ടികളുടെ ഉടുപ്പ് ഒരു ദിവസം ഞങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് വിടുന്നുണ്ട്. ഒരു ദിവസം വാൾമാർട്ടിലാണോ പ്രധാനമായിട്ടും? വാൾമാർട്ട് ടാർഗറ്റ് 28,000 സ്റ്റോറുകളിൽ അമേരിക്കയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ പിറന്നു വീഴുന്ന ഒരു കുട്ടികൾ പോലും ഈ കിഴക്കമ്പലത്തെ കിറ്റക്സ് ഉണ്ടാക്കിയ ഉടുപ്പിടാത്ത ഒരൊറ്റ കുട്ടി പോലും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിലെ പണം താങ്കൾ പൊതുപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കടന്നു പോകാൻ വേണ്ടി അല്ല, തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇതിൻ്റെ പണം മുടക്കാറില്ല. ഞങ്ങളുടെ പണം ഞങ്ങൾ മുടക്കുന്നത് CSRന്റെ ഭാഗമായിട്ട് മറ്റുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ. രാഷ്ട്രീയത്തിൽ ആ പണം ഞങ്ങൾ ഒരിക്കലും കൊണ്ടുവരാറില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പണം, എനിക്ക് എൻ്റെ സമ്പാദ്യം, എൻ്റെ കുടുംബത്തിൻ്റെ സമ്പാദ്യം മുഴുവനായിട്ടും തന്നെ ഈ നാടിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 16 കോടി രൂപ എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം കിട്ടിയത് ഈ നാടിന് വേണ്ടി ഞാൻ ചിലവാക്കിയത്. അപ്പോൾ ഞാൻ വളരുന്നതിനോടൊപ്പം, ഞങ്ങളുടെ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം ഈ നാടും നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും വളരണം എന്ന ഒറ്റ ആഗ്രഹമാണ്. അതെൻ്റെ പിതാവിൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് ഇതിൽ കൂടി ഞങ്ങൾ പൂർത്തിയാക്കുന്നത്. ഓക്കെ, മെയ് 4-ാം തീയതി ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അന്ന് വോട്ടെണ്ണുന്നത്. അന്ന് നമ്മൾ 3 പേര് തെരഞ്ഞെടുപ്പ് ഫലം സംപ്രേഷണ ദിവസം 24 തീർച്ചയായിട്ടും 24 കാണണം. തീർച്ചയായിട്ടും താങ്കൾ ഇന്ന് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അന്ന് അവിടെ നിന്ന് ആലോചിക്കാം. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.